ഹേ ഗൈസ്, ഈ കെട്ടിയൊരുങ്ങി എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ തൊട്ട് ബാക്കിലല്ല, 2-3 വീട് കഴിഞ്ഞിട്ട് അവിടെ ഒരു മുത്തപ്പൻ തെയ്യം കെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ പോകാൻ വേണ്ടിച്ച് ഒരുങ്ങിയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ. ചടപടയെന്ന് പറഞ്ഞാലും ഞാൻ ഇന്ന് ചോറും കറിയെല്ലാം വെച്ചത്. ചോറ് ഞാൻ ആദ്യം അടുപ്പിലാണ് വെച്ചത്, എന്നിട്ടും തീ കത്താത്തതുകൊണ്ട് ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഗ്യാസിൽ വെച്ചു. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കെട്ടിയൊരുങ്ങി നിൽക്കുമ്പോഴത്തേക്കും മുത്തപ്പൻ തെയ്യം ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പം എൻ്റെ സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. നമ്മളെ വീട്ടിൻ്റെ മുമ്പിലുള്ളവരെല്ലാം നേരത്തെ പോയിട്ട് മടങ്ങി വന്നു കേട്ടോ. മുത്തപ്പൻ തെയ്യം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് തിരക്കിട്ട് മാറ്റിയത് കാരണം ഞാൻ എൻ്റെ കണ്ണിന് ഐലൈനർ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടിയും പോയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാ വിചാരിച്ചു. അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വേഗം ഐലൈനർ എല്ലാം ഇട്ടിട്ട് സെറ്റ് ആയിട്ട് ഞാൻ ഒരാളെയും കൂടി വെയിറ്റ് ആക്കുന്നുണ്ടായതാണ്. ആ സമയത്ത് ലിസാൻഡി ഇസാബേബിനെയും കൂട്ടിച്ച് മുത്തപ്പൻ തെയ്യത്തിന്റെ അവിടെ പോയിട്ടോ. പിന്നെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇസാബേബിയിലും വേർത്ത് കുളിച്ച് ഒരുമാതിരി കോലത്തിലാണ് ഉണ്ടായത്. അങ്ങനെ തെയ്യം തുടങ്ങാനാകുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയാൻ എന്താന്ന് വെച്ചാൽ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് സീറ്റിൽ കിട്ടുന്നത് കേട്ടോ. ഞാനും ലിഷാന്റെയും അനുവേച്ചിയും നേരത്തെ പോയിട്ടിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങള് കയ്യിലുള്ളതുകൊണ്ട് നമുക്കും വേഗം സീറ്റ് കിട്ടും. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ആസ്വദിച്ച് തിന്നാൻ പറ്റിയ ഫുഡായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അങ്ങനെ പായസം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായി. അപ്പൊ പിന്നെ വിചാരിച്ചു പിന്നെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പ്രാർത്ഥിക്കാന്ന് വെച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞാനിപ്പോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇസാബേബി എപ്പോഴും വന്നിട്ട് ഇങ്ങനെ കൂക്കാറുണ്ട്. ഇസാബേബിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. പായസം കുടിച്ച് അവളങ്ങ് ഉറങ്ങിപ്പോയെ. ഇവളെയും കൂട്ടിട്ട് പോയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവൾ ഉറങ്ങിപ്പോയത് കാരണം ഞാൻ പൈസ കൊടുത്തയച്ചതാണ് ചെയ്തത്. നമ്മുടെ മഠത്തിൽ 16ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ ഉണ്ട് കേട്ടോ. അപ്പം അതിന്റെ ഭാഗമായിട്ട് പിള്ളേർക്ക് ഡാൻസ് പഠിപ്പിക്കലും പിന്നെ നമ്മളെ ഡാൻസ് പഠിക്കലും ഉണ്ട്. വലിയ പിള്ളേരും ഉണ്ട്, ചെറിയ പിള്ളേരുണ്ട്. അതിൽ വലിയ പിള്ളേരെ വിജിയും ചെറിയ പിള്ളേരെ ഞാനും അശ്വതിയും കൂടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പിള്ളേർ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇസാബേബിയും അവരഞ്ച് തുള്ളുന്ന എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഈ ഡാൻസ് കളിക്കാനല്ല ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അവര് കളിക്കുന്നത് പോലെ നോക്കി പഠിച്ചിട്ട് ആ പാട്ട് വെക്കുന്ന സമയത്ത് അതേ സ്റ്റെപ്പ് തന്നെ അവള് കളിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ. അങ്ങനെ പഠിച്ച ഡാൻസ് തന്നെ പിള്ളേരെ കൊണ്ടൊന്നും കൂടെ റിപ്പീറ്റ് കളിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. ഇത്ര പിള്ളേരല്ല, ഇനിയും ഉണ്ട് കുറെ പിള്ളേർ. അവര് വരണത്ര കേട്ടോ. ഇന്നലെയും ഈ 3 പിള്ളേർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിള്ളേരെ ഞാൻ എന്നിട്ട് മടക്കി അയക്കാണ് ചെയ്തത്. ഇന്നും ഈ വന്ന പിള്ളേരെ വെറുതെ മടക്കി അയക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വന്ന പിള്ളേരെ കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.